നിബിതങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആൾക്കൊക്കെ തങ്ങൾ ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആശയങ്ങൾ കൊടുക്കും. സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് നിബിതങ്ങൾ പറയുന്ന കേട്ടാ വിചാരിക്കും ലോകത്തെ ഏറ്റവും ടോപ്പ് സിദ്ദീഖ് റളിയല്ലാഹുവാണ്. ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചിട്ട് നിബിതങ്ങൾ പറയണത് അൽ ഹഖ് മഅ ഉമർ വ ഉമറു മഅൽ ഹഖ്, സത്യം എപ്പോഴും ഉമറിന്റെ ഒന്നിച്ചാണ്, ഉമർ എപ്പോഴും ശരിയുടെ ഒന്നിച്ചാണ്. അപ്പൊ ഇത് കേട്ടാൽ നമുക്ക് എന്താ തോന്നല്? ഉമർ റളിയല്ലാഹുവിനാണ് ഏറ്റവും ഹൈ ലെവലുള്ളത്. ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ച് പറയണത് എനിക്ക് 40 പെൺകുട്ടികളുണ്ടെങ്കിൽ ഒന്നിനു ശേഷം ഒന്നായിട്ട് ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ടത് എൻ്റെ ഉസ്മാനായിരിക്കും. അപ്പൊ നിബിതങ്ങൾ ഇത്രയും പെൺമക്കള് ഓരോരാട്ട വഫാത്തിന് ശേഷം അടുത്താണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട പുതിയാപ്പിള, അവരായിരിക്കും ഏറ്റവും ടോപ്പ്. കണ്ടോ? അലി റളിയല്ലാഹുവിനെ കുറിച്ച് പറയണത് അന മദീനത്തുൽ ഇൽമി, ഞാൻ അറിവിന്റെ പട്ടണമാണെങ്കിൽ അലിയും ബാബുഹ, അതിന്റെ ഡോർ അലി റളിയല്ലാഹുവാണ്. അപ്പൊ ഈ സ്വഹാബത്തിൽ ഏറ്റവും വലിയ ആര്യം ആരാണെന്നാണ് തോന്നുന്നത്? അലി റളിയല്ലാഹു. ഇങ്ങനെ ആരെ കുറിച്ച് പറയുമ്പോഴും അവർക്ക് ഏറ്റവും വലിയ ക്വാളിറ്റി ഉണ്ട് എന്ന് തോന്നിപ്പിക്കാൻ ഒരു ഉപ്പക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 മക്കളും ഉപ്പാന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കും. അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരിക. നെഗറ്റീവ് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്നും കൂടി ഞാൻ ചേർത്ത് പറയാം. നമ്മളൊരു 5 പോസിറ്റീവ് പറഞ്ഞെന്ന് കരുതാം. ഉമ്മാനോട് പറഞ്ഞ് ഉമ്മാന്റെ ഇന്നത്തെ മന്തി അടിപൊളിയാണ് കേട്ടോ, അല്ലെങ്കിൽ ഉമ്മാക്ക് ഈ മന്തിയൊക്കെ ആക്കാൻ അറിയാലേ. പിന്നെ ഉമ്മാന്റെ മന്തി കറക്റ്റ് വേവ് കേട്ടോ, ചിക്കൻ നേരത്തെ തന്നെ ഫ്രൈ ആക്കിയിട്ട് ചേർത്തത് കൊണ്ടാന്ന് തോന്നുന്നു ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഉമ്മ മന്തി ആക്കുമ്പോൾ എല്ലാം കൂടി സോസ്, ടൊമാറ്റോ സോസ്, മറ്റേ എന്താ പറയുക മയോണൈസ് എല്ലാം കൂടി ആക്കുമല്ലോ. 5 പോസിറ്റീവ് പറഞ്ഞിട്ട് ഉമ്മ കുറെ കൂടി മനസ്സിൽ സന്തോഷം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളൊരു നെഗറ്റീവ് പറഞ്ഞാൽ, പിന്നെ ഉമ്മ എന്തെങ്കിലും മിഠായി പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയൊരു എരിവുണ്ടെന്ന് ഉമ്മാന്റെ മനസ്സിൽ ഇനി മണിക്കൂറുകളോളം എരിവ് മാത്രമേ ബാക്കിയുണ്ടാവൂ. നമുക്ക് പറയാനൊരു വാക്ക്, പക്ഷെ അവരുടെ ജീവിതം അങ്ങോട്ട് തകർന്നു. നിങ്ങളെല്ലാവരും മദ്രസയിലെ സ്റ്റുഡൻസാന്ന് വിചാരിക്കുക, സ്കൂളിലെ കുട്ടികളാന്ന് വിചാരിക്കുക. നിങ്ങളൊരു പെർഫ്യൂം, ഒരു അത്തർ കൊണ്ടുവന്നു. ഞാൻ ആ അത്തർ വാങ്ങിയിട്ട് ഇതെന്താ അത്തറാണോ എന്ന് പറയാൻ എനിക്ക് വലിയ സമയവും സെക്കൻഡ്സ് ഒന്നും വേണ്ട. പക്ഷെ അത് പറയലോടുകൂടി ആ കുട്ടിക്ക് ഇങ്ങോട്ടേക്ക് വന്ന ഉഷാറ് കാലുകൾക്ക് ഉണ്ടാവില്ല, കാല് ഏകദേശം തകർന്നു. തിങ്ക് ടോയ്സ് ബിഫോർ സ്പീക്കിംഗ് ഓർ ഡൂയിങ്. 2 വട്ടം ആലോചിക്കുക, ഞാൻ എന്താ ഈ പറയണത്, ഈ പറഞ്ഞുകൊണ്ട് എന്താ ഉണ്ടാവുക എന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുക, നമ്മളെ പെങ്ങന്മാര്, നമ്മളെ ഭാര്യമാര്, നമ്മളെ അനുജത്തിമാര്, നമ്മളെ വീട്ടിലുള്ളവർ, അവരെയൊക്കെ നമ്മൾ കുറേ വേദനിപ്പിച്ചിട്ടുണ്ടാവില്ലേ എന്ന് നമുക്കിങ്ങനെ ഒരു തോന്നലുണ്ടാവും. നിങ്ങൾ 1000 പോസിറ്റീവ് ഒരാൾക്ക് കൊടുത്തു, ഒരു നെഗറ്റീവ് ആഡ് ചെയ്താൽ മനുഷ്യന്റെ മനസ്സിൽ നെഗറ്റീവേ ഉണ്ടാവും. ഇങ്ങനെ എത്ര പേരെ നെഗറ്റീവ് പറയുന്ന മനുഷ്യനാണ് ഞാൻ എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ബേജാറാണ്. കുറേ പേരെ വേദനിപ്പിച്ചിട്ട് ഇപ്പം എന്തപ്പോൾ കാര്യമോ